ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിന്റെ വ്യവസായ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള ഒരു അധ്യായത്തെക്കുറിച്ചും അതിലുപരി ഏറ്റവും ഇരുളടഞ്ഞ ഒരു ദുരന്തത്തെക്കുറിച്ചും സംസാരിക്കാനാണ്. കോഴിക്കോട് നഗരത്തിനടുത്തുള്ള മാവൂർ എന്ന കൊച്ചു ഗ്രാമം ഇന്ന് ലോകത്തിന് ഒരു വലിയ പാഠമാണ്. ആ പാഠത്തിന്റെ പേരാണ് ഗ്വാളിയോർ റയോൺസ്. ഒരു വ്യവസായ ഭീമൻ എങ്ങനെ ഒരു സുന്ദരമായ ഗ്രാമത്തെ ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നതിന്റെ യഥാർത്ഥ കഥയാണിത്. ഈ ചരിത്രം കേവലം അക്കങ്ങളല്ല, മറിച്ച് ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതവും മരണവുമാണ്. നമുക്ക് 1950കളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. കേരളം ഒരു പുതിയ സംസ്ഥാനമായി രൂപം കൊണ്ട കാലം. പുതിയൊരു വ്യവസായ സംസ്കാരം കെട്ടിപ്പടുക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു അന്ന് ഭരണകൂടം. കാർഷിക മേഖലയിൽ നിന്ന് വ്യവസായ മേഖലയിലേക്കുള്ള ചുവടുമാറ്റം സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് അനിവാര്യമാണെന്ന് എല്ലാവരും വിശ്വസിച്ചു. 1958 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കാലത്താണ് മാവൂരിൽ ഒരു വമ്പൻ ഫാക്ടറി സ്ഥാപിക്കാനുള്ള കരാർ ഒപ്പിടുന്നത്. ബിർള ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഗ്വാളിയോർ റയോൺസ് സിൽക്ക് മാനുഫാക്ചറിംഗ് കമ്പനി അഥവാ ഗ്രാസിം മാവൂരിലെത്തി. ചാലിയാർ പുഴയുടെ തീരത്ത് ഏതാണ്ട് 300 ഏക്കറിലധികം ഭൂമി സർക്കാർ അവർക്ക് നൽകി. മുളയും മറ്റു വനവിഭവങ്ങളും വളരെ കുറഞ്ഞ വിലയ്ക്ക് കമ്പനിക്ക് നൽകുമെന്ന ഉറപ്പിലായിരുന്നു ഈ കരാർ. വെറും 1 രൂപയ്ക്ക് 1 ടൺ മുള എന്ന നിലയിലായിരുന്നു അന്ന് സർക്കാർ കമ്പനിയെ സഹായിച്ചത്. തുടക്കത്തിൽ മാവൂർ ഗ്രാമം വലിയ ആവേശത്തിലായിരുന്നു. തങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു എന്ന് അവർ വിശ്വസിച്ചു. മുളയിൽ നിന്നും യൂക്കാലിപ്റ്റസിൽ നിന്നും പൾപ്പും ഫൈബറും നിർമ്മിക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫാക്ടറികളിൽ ഒന്നായി ഇത് മാറി. 1963 ഉൽപാദനം ആരംഭിച്ചതോടെ മാവൂർ ഒരു വ്യവസായ നഗരമായി വളർന്നു. ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് നേരിട്ടും 10,000-കണക്കിന് ആളുകൾക്ക് അനുബന്ധമായും ജോലി ലഭിച്ചു. സ്കൂളുകൾ, ആശുപത്രികൾ, ക്ലബ്ബുകൾ, വലിയ ക്വാർട്ടേഴ്സുകൾ എന്നിവ അവിടെ ഉയർന്നു വന്നു. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ജോലിക്കായി മാവൂരിലേക്ക് ഒഴുകി. മാവൂർ എന്ന പേര് ഇന്ത്യയുടെ വ്യവസായ ഭൂപടത്തിൽ സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെട്ടു. മാവൂരിലെ കമ്പോളങ്ങൾ സജീവമായി. വീടുകളിൽ സമ്പൽ സമൃദ്ധി വന്നു. ഒരു മലയോര ഗ്രാമം ആധുനികമായ ഒരു ടൗൺഷിപ്പായി പരിണമിക്കുന്ന കാഴ്ച അഭിമാനകരമായിരുന്നു. എന്നാൽ ഈ തിളക്കത്തിന് പിന്നിൽ ഒരു കറുത്ത പുക ഉയരുന്നുണ്ടായിരുന്നു. ഉൽപാദനം തുടങ്ങി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഗ്രാമത്തിന്റെ നിറം മാറാൻ തുടങ്ങി. ലാഭം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന കമ്പനി പരിസ്ഥിതി മാനദണ്ഡങ്ങൾ പൂർണ്ണമായും കാറ്റിൽ പറത്തി. ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളുന്ന മാരകമായ രാസമാലിന്യങ്ങൾ സംസ്കരിക്കാതെ നേരിട്ട് ചാലിയാർ പുഴയിലേക്ക് ഒഴുക്കി. ഒരിക്കൽ തെളിനീർ ഒഴുകിയിരുന്ന മാവൂറുകാരുടെ ജീവനാഡിയായിരുന്ന ചാലിയാർ പുഴ കറുത്ത നിറമായി മാറി. പുഴയിൽ നിന്ന് അസഹനീയമായ ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. ആ വെള്ളത്തിൽ കുളിച്ചവർക്ക് ചൊറിച്ചിലും തൊലിപ്പുറത്ത് അജ്ഞാതമായ അസുഖങ്ങളും കണ്ടു തുടങ്ങി. പുഴയിലെ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്ന കാഴ്ച നിത്യസംഭവമായി മാറി. ചാലിയാറിനെ വിശ്വസിച്ച് ജീവിച്ചിരുന്ന 100 കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഇരുട്ടിലായി. അവരുടെ വലകൾ നിറയെ ചത്ത മീനുകളും മാരകമായ രാസാവശിഷ്ടങ്ങളും മാത്രമായി. പുഴയോരത്തെ കൃഷിയിടങ്ങൾ ഒന്നൊന്നായി നശിച്ചു. തെങ്ങുകൾ പാടെ കരിഞ്ഞുപോയി. രാസമാലിന്യങ്ങൾ പുഴയെ മാത്രമല്ല നശിപ്പിച്ചത്, അന്തരീക്ഷത്തിലേക്കും മാരകമായ വാതകങ്ങൾ നിരന്തരം കലർന്നു. ഫാക്ടറിയിലെ കൂറ്റൻ ചിമ്മിനികളിൽ നിന്ന് പുറത്തുവന്ന കറുത്ത പുക മാവൂരിന്റെ ആകാശത്തെ എപ്പോഴും മൂടി നിന്നു. സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡൈസൾഫൈഡ് തുടങ്ങിയ മാരകമായ രാസവസ്തുക്കൾ കലർന്ന പുക ശ്വസിച്ച് ജനങ്ങൾ ശ്വാസം മുട്ടി. വീടിന്റെ മേൽക്കൂരകളിലും മുറ്റത്തും ഇലകളിലും കറുത്ത കരി പറ്റിപ്പിടിച്ചു. കിണറുകളിലെ വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. വെള്ളം എണ്ണമയമുള്ളതായും രുചിവ്യത്യാസമുള്ളതായും മാറി. ആ ഗ്രാമത്തിലെ ഗർഭിണികൾക്കും കുട്ടികൾക്കും ശാരീരിക വൈകല്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പ്രകൃതിയുടെ സ്വാഭാവികമായ സന്തുലിതാവസ്ഥ പൂർണ്ണമായും തകർന്നു. വൈകാതെ മാവൂരിൽ നിന്ന് മരണവാർത്തകൾ കേട്ടു തുടങ്ങി. ആസ്മയും ക്ഷയരോഗവും ആ ഗ്രാമത്തിലെ വീടുകളിൽ സാധാരണയായി മാറി. പക്ഷേ ഏറ്റവും ഭീകരമായത് ക്യാൻസർ എന്ന മഹാമാരിയുടെ കടന്നുവരവായിരുന്നു. വാഴക്കാട്, മാവൂർ പഞ്ചായത്തുകളിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. 100 കണക്കിന് ആളുകൾ ഒന്നിനു പുറകെ ഒന്നായി മരണത്തിന് കീഴടങ്ങി. മാവൂരിലെ മണ്ണ് വിഷമയമായി കഴിഞ്ഞിരുന്നു. ഒരു കാലത്ത് ഐശ്വര്യത്തിന്റെ പ്രതീകമായി കണ്ട ഫാക്ടറി ഇപ്പോൾ മരണത്തിന്റെ വ്യാപാരിയായി മാറിയിരിക്കുന്നു എന്ന് നാട്ടുകാർ വേദനയോടെ തിരിച്ചറിഞ്ഞു. പുഴയിലെ വെള്ളം കുടിച്ച വളർത്തുമൃഗങ്ങൾ പോലും ചത്തുവീണു. പുഴയോരത്തെ കിണറുകളിലെല്ലാം വിഷാംശം കലർന്നു. ക്യാൻസർ ബാധിച്ചവരുടെ വിലാപങ്ങൾ മാവൂരിന്റെ ഓരോ ഇടവഴികളിലും മുഴങ്ങി. ചികിത്സയ്ക്ക് പണമില്ലാതെ സാധാരണക്കാർ വലഞ്ഞു. ഈ അനീതിക്കെതിരെ ഗ്രാമം ഒടുവിൽ ഉണർന്നു. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ധീരമായ പരിസ്ഥിതി സമരം മാവൂരിൽ രൂപപ്പെട്ടു. ആ സമരത്തിന്റെ നട്ടെല്ല് KA റഹ്മാൻ എന്ന മനുഷ്യനായിരുന്നു. ചാലിയാർ പുഴയെ രക്ഷിക്കാൻ അദ്ദേഹം ജനങ്ങളെ സംഘടിപ്പിച്ചു. രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ ഒന്നിച്ചു. ചാലിയാർ സംരക്ഷണ സമിതി രൂപീകൃതമായി. ഈ സമരം കേവലം ഒരു ഫാക്ടറിക്കെതിരെയുള്ള പ്രതിഷേധമായിരുന്നില്ല, മറിച്ച് ശ്വസിക്കാനുള്ള വായുവിനും കുടിക്കാനുള്ള വെള്ളത്തിനും വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. മാവൂരിലെ സ്ത്രീകൾ പോലും സമരത്തിന്റെ മുൻനിരയിൽ അണിനിരന്നു. കമ്പനി നൽകുന്ന ജോലിയേക്കാൾ വലുതാണ് സ്വന്തം ജീവിതമെന്ന് അവർ പ്രഖ്യാപിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ വരെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സമരമായി ഇത് വളർന്നു. സമരങ്ങൾ പലപ്പോഴും അക്രമാസക്തമായി. പോലീസ് ലാത്തിച്ചാർജുകളും അറസ്റ്റുകളും നിത്യസംഭവമായി.
ഭരണകൂടവും കമ്പനി അധികൃതരും പലപ്പോഴും സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചു. വ്യവസായം നിലച്ചാൽ 10,000-കണക്കിന് തൊഴിലാളികൾ പട്ടിണിയാകുമെന്ന വാദം അവർ ഉയർത്തി. തൊഴിലാളികളെ സമരക്കാർക്കെതിരെ തിരിക്കാൻ കമ്പനി മനഃപൂർവ്വം ശ്രമിച്ചു. വികസനമാണോ ജീവനാണോ വലുതെന്ന വലിയൊരു ചോദ്യം മാവൂരിലെ ഓരോ തെരുവിലും ഉയർന്നു കേട്ടു. 1985-ൽ തർക്കങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് ഫാക്ടറി ആദ്യമായി അടച്ചിട്ടു. 3 വർഷത്തോളം ഉൽപാദനം പൂർണ്ണമായും നിലച്ചു. ലാഭം കുറയുമെന്ന് കണ്ടപ്പോൾ മാനേജ്മെന്റ് തൊഴിലാളികളെ തെരുവിലേക്ക് ഇറക്കിവിട്ടു. ഈ കാലഘട്ടം തൊഴിലാളികൾക്ക് കടുത്ത പരീക്ഷണമായിരുന്നു. ലാഭം കൊയ്ത മാനേജ്മെന്റ് സുരക്ഷിതമായിരുന്നപ്പോൾ പട്ടിണി മാവൂരിലെ തൊഴിലാളി ക്വാർട്ടേഴ്സുകളിൽ മരണതാണ്ഡവമാടി. കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളും വീട്ടുപകരണങ്ങളും വിറ്റ് അവർ വിശപ്പടക്കാൻ ശ്രമിച്ചു. കുട്ടികളുടെ പഠനം മുടങ്ങി. കടം കയറി പല കുടുംബങ്ങളും തകർന്നു. ഒടുവിൽ ഗതികേടുകൊണ്ട് 11 തൊഴിലാളികൾ ആത്മഹത്യ ചെയ്ത വാർത്ത കേരളത്തെ നടുക്കി. വികസനത്തിന്റെ ഈ കറുത്ത പാതയിൽ ബലി കൊടുക്കപ്പെട്ടത് പാവപ്പെട്ട തൊഴിലാളികളായിരുന്നു. കമ്പനി തുറന്നില്ലെങ്കിൽ കൂടുതൽ മരണങ്ങൾ ഉണ്ടാകുമെന്ന ഭീതി പരന്നു. ഇത് സർക്കാരിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കി. 1988-ൽ കമ്പനി വീണ്ടും തുറക്കാൻ തീരുമാനമായി. മാലിന്യ സംസ്കരണത്തിന് ആധുനിക സംവിധാനങ്ങൾ ഒരുക്കാമെന്നും പുഴയിലേക്ക് മാലിന്യം ഒഴുക്കില്ലെന്നും കമ്പനി രേഖാമൂലം ഉറപ്പു നൽകി. പക്ഷേ ഈ വാഗ്ദാനങ്ങൾ വെറും പുകമറയായിരുന്നു. ഉൽപാദനം തുടങ്ങിയതോടെ പഴയതിലും വലിയ തോതിൽ മലിനീകരണം തുടർന്നു. ക്യാൻസർ മരണങ്ങൾ നാൾക്കുനാൾ കൂടി വന്നു. സമരനായകൻ കെ എ റഹ്മാൻ തന്നെ ഈ സമരത്തിനിടയിൽ ക്യാൻസർ ബാധിതനായി മാറിയത് ലോകത്തെ ഞെട്ടിച്ചു. തന്റെ ജീവനെടുത്ത അതേ വിഷപ്പുകയ്ക്കെതിരെ അദ്ദേഹം അവസാന ശ്വാസം വരെ പോരാടി. മരണക്കിടക്കയിൽ വെച്ചും അദ്ദേഹം ചാലിയാറിനെ കുറിച്ച് വ്യാകുലപ്പെട്ടു. 1999-ൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ കണ്ണീരായാണ് അദ്ദേഹത്തിന്റെ വേർപാട് അനുഭവപ്പെട്ടത്. മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കുന്നത് തടയാൻ കമ്പനി വലിയ പൈപ്പുകൾ കടലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്നാൽ കടലോര നിവാസികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ആ നീക്കവും പരാജയപ്പെട്ടു. മാലിന്യം എവിടെ തള്ളണം എന്നറിയാതെ കമ്പനി കുഴങ്ങി. ഒടുവിൽ ജനകീയ സമരങ്ങളുടെയും നീണ്ട നിയമ പോരാട്ടങ്ങളുടെയും ശാസ്ത്രീയ പഠനങ്ങളുടെയും സമ്മർദ്ദത്തിന് ഫലമായി ബിർള ഗ്രൂപ്പ് മാവൂരിൽ നിന്ന് പിൻവാങ്ങാൻ നിർബന്ധിതരായി. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കർശന നിബന്ധനകൾ പാലിക്കാൻ വലിയ തുക ചെലവാകുമെന്ന് കണ്ട് കമ്പനി ലാഭമില്ലെന്ന് വാദിച്ചു. 2001 ജൂലൈ 1-ന് ഗ്വാളിയോർ റയോൺസ് എന്നേക്കുമായി അടച്ചുപൂട്ടി. മാവൂർ എന്ന വ്യവസായ നഗരം നിശബ്ദമായി. സൈറണുകൾ നിലച്ചു. 3000-ഓളം സ്ഥിരം തൊഴിലാളികൾക്കും 10,000-ഓളം കരാർ തൊഴിലാളികൾക്കും ഒറ്റയടിക്ക് ഉപജീവന മാർഗം നഷ്ടപ്പെട്ടു. കമ്പനിയുടെ പടിയിറക്കം ആ ഗ്രാമത്തെ സാമ്പത്തികമായി വലിയൊരു തകർച്ചയിലേക്ക് തള്ളിവിട്ടു. ഇന്ന് മാവൂരിൽ ചെന്നാൽ കാണുന്നത് വിചിത്രമായ ഒരു കാഴ്ചയാണ്. 300 ഏക്കറിലധികം ഭൂമിയിൽ കാട് പിടിച്ചു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾ, തകർന്നു വീഴാറായ ക്വാർട്ടേഴ്സുകൾ. ആ വലിയ സാമ്രാജ്യത്തിന്റെ അസ്ഥിക്കൂടം പോലെ ഫാക്ടറി അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ നിൽക്കുന്നു. ബിർളയുടെ കയ്യിലുള്ള ഈ ഭൂമി തിരിച്ചു പിടിക്കണമെന്നും അവിടെ മലിനീകരണമില്ലാത്ത IT പാർക്കോ നോളജ് പാർക്കോ വരണമെന്നുമുള്ള ആവശ്യങ്ങൾ ഇപ്പോഴും ഉയരുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയ തർക്കങ്ങളിലും നിയമക്കുരുക്കുകളിലും പെട്ട് ആ ഭൂമി ഇന്നും ഉപയോഗശൂന്യമായി കിടക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ യന്ത്രങ്ങൾ അവിടെ തുരുമ്പെടുത്ത് നശിക്കുന്നു. മാവൂരിന്റെ ഹൃദയഭാഗത്ത് ഒരു പ്രേത നഗരം പോലെ ആ പ്രദേശം ഇന്നും അവശേഷിക്കുന്നു. മാവൂർ നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ജനങ്ങളുടെ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഒരു വികസനവും ശാശ്വതമല്ല. പരിസ്ഥിതിയെ മറന്നുകൊണ്ടുള്ള വ്യവസായവൽക്കരണം ആത്യന്തികമായി ഒരു നാടിനെ ശവപ്പറമ്പാക്കി മാറ്റും. വികസനം എന്നത് ഒരു ചെറു വിഭാഗത്തിന്റെ ലാഭത്തിന് വേണ്ടിയുള്ളതാകരുത്. ചാലിയാർ പുഴ ഇന്ന് പഴയ തെളിനീർ വീണ്ടെടുത്തിട്ടുണ്ട്. മീനുകൾ അവിടെ തിരിച്ചെത്തി. പുഴയോരത്തെ മരങ്ങൾ തഴച്ചു വളരാൻ തുടങ്ങി. പ്രകൃതി സ്വയം ചികിത്സിച്ച് ഭേദമാകുന്ന കാഴ്ചയാണിത്. പക്ഷേ ആ പുഴയോരത്തെ ശ്മശാനങ്ങളിൽ ഉറങ്ങുന്ന 100 കണക്കിന് മനുഷ്യരുടെ ആത്മാക്കൾ ഇന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നു മാത്രമാണ്: പ്രകൃതിയെ ചതിച്ചാൽ പ്രകൃതി തിരിച്ചു നൽകുന്ന പാഠം വളരെ കഠിനമായിരിക്കും. മാവൂരിലെ ജനങ്ങൾ ഇന്നും പൂർണ്ണമായ നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.